ഹാരി പോട്ടർ ഫ്രാഞ്ചൈസ് മൊത്തം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന്റെ ഭാഗമായി നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഇതിലെ 7th പാർട്ടായിട്ടുള്ള ഹാരി പോട്ടർ ആൻഡ് ദ ഡെത്ത്ലി ഹാലോസ് ആണ്. ഫിലിമിന്റെ സ്റ്റാർട്ടിംഗ് മുതൽ നമുക്ക് മിനിസ്റ്റർ ഓഫ് മാജിക്കിൽ ഒരു മിനിസ്റ്റർ നിന്ന് പ്രസിനോട് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഡാർക്ക് ലോർഡ് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ആളുകൾക്കെല്ലാം പ്രൊട്ടക്ഷൻ ഈ ഒരു മിനിസ്റ്ററിയുടെ ഭാഗത്ത് നിന്ന് നൽകാൻ സാധിക്കുമെന്നും അതിൽ ഞങ്ങൾ ഒരു വീഴ്ചയും വരുത്തില്ല എന്നൊക്കെ പറഞ്ഞ് ജനങ്ങൾക്ക് ഒരു വാക്ക് കൊടുക്കുന്നു. അവിടെ കട്ടിയതിൽ നമുക്ക് നേരെ ഹാരി, റോൺ, ഹെർമോനി ഇവർ 3 പേരെയും കാണിക്കുകയാണ്. 3 പേരും അവരവരുടെ വീട്ടിലാണുള്ളത്. ശേഷം ഹെർമോനി അവളുടെ വീട്ടിലുള്ള ഒരു ന്യൂസ് പേപ്പർ നോക്കിയാണ്. അപ്പം നോക്കുന്ന സമയത്ത് അതിനകത്ത് ആ ഒരു ന്യൂസ് ആർട്ടിക്കിൾ കൊടുത്തിരിക്കുന്നത് ലോർഡ് വോൾഡമോർട്ട് തിരിച്ചു വന്നതിനെ തുടർന്ന് എല്ലാവരുടെയും ഡാർക്ക് പവേഴ്സ് എല്ലാം വ്യാപിച്ച് കിടക്കുകയാണെന്നും ഒരുപാട് മകൾ ഫാമിലീസ് എല്ലാം കൊല്ലപ്പെട്ട് വരികയാണെന്നും ഒരു ന്യൂസ് ഉണ്ട്. സോ ഇതുകൊണ്ട് വളരെയധികം സങ്കടപ്പെടുകയാണ് നമ്മുടെ ഹെർമോനി. ഇതേസമയം അപ്പുറത്ത് നമ്മുടെ ഹാരിയുടെ വീട്ടിൽ ആ ഡേഴ്സ്ലി ഫാമിലി എല്ലാം ആ ഒരു വീട് വിട്ട് ഇവിടെ സേഫ് അല്ല എന്ന് പറഞ്ഞ് അവിടുന്ന് വീട് മാറിപ്പോകുന്നതായിട്ടും കാണിക്കുന്നു. ശേഷം റോണിനെ കാണിക്കുന്നു. റോണിന്റെ വീടെല്ലാം കഴിഞ്ഞ പ്രാവശ്യം പോയല്ലോ. അപ്പോൾ അതിനെ തുടർന്ന് ഒരു ചെറിയ വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. ദെൻ ഹെർമോന്റെ അമ്മ താഴോട്ട് വിളിച്ച സമയത്ത് അവൾ ഇറങ്ങി വരുമ്പോൾ അവളുടെ അച്ഛനും അമ്മയും ഒരു ഓസ്ട്രേലിയയിലോട്ട് പോകുന്ന കാര്യം എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദെൻ ഹെർമോനി അവളുടെ വാൻഡ് യൂസ് ചെയ്ത് ഒബ്ലിവേറ്റ് എന്നൊരു സ്പെല്ല് കാസ്റ്റ് ചെയ്യുകയാണ്. ഇതിനെ തുടർന്ന് ഹെർമോനിയുടെ അച്ഛനും അമ്മയുടെയും ഓർമ്മകളിൽ നിന്നും അവളെ തന്നെ മറന്നു പോകുന്നു. അതായത് അവർക്ക് രണ്ടുപേർക്കും അങ്ങനെ ഒരു കുട്ടി ജനിച്ചിട്ടേ ഇല്ല എന്ന രീതിയിലേക്ക് മാറുകയാണ്. അതിനെ തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന കുറേ ഫോട്ടോസ് എല്ലാം ഉണ്ടായിരുന്നു. ആ ഒരു ഫോട്ടോസുകളിലെല്ലാം തന്നെ നമ്മുടെ ഹെർമോനി ഫെയ്ഡായി ഇല്ലാതായി മാറുന്നതായിട്ടും കാണിക്കുന്നു. ഹെർമോനിക്ക് വളരെയധികം സങ്കടം വരികയാണ്. കാരണം സ്വന്തം പേരൻസിന്റെ ഓർമ്മകളിൽ നിന്നും അവളെ തന്നെ അവൾ മായ്ച്ചു കളയുകയാണ്. ദെൻ വീട്ടിൽ നിന്നും എന്തോ ഒരു ചെറിയ പാക്കറ്റ് പോലെ എടുത്തിട്ട് അവൾ വെളിയിലോട്ട് പോകുന്നതായിട്ട് കാണിക്കുന്നു. അവിടെ കട്ടിയതിൽ നേരെ ഒരു ഡെത്ത് ഈറ്ററിനെ കാണിക്കുകയാണ്. ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്നേപ്പ് ആയിരുന്നു അത്. വന്ന സ്നേപ്പ് നേരെ ആ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അവിടെ നമ്മുടെ ലോർഡ് വോൾഡമോർട്ട് കുറെ ഡെത്ത് ഈറ്റേഴ്സിനെ എല്ലാം വെച്ചിട്ട് ഒരു മീറ്റിംഗ് പോലെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. സ്നേപ്പിനെ കണ്ടത് വോൾഡമോർട്ട് വാ സ്നേപ്പ്, നീ വരില്ലയോ എന്ന് ഞാൻ പേടിച്ചു പോയി. എന്തായാലും നിനക്ക് വേണ്ടി ഒരു സീറ്റൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്, ഇവിടെ വന്ന് ഇരിക്കൂ എന്ന് പറഞ്ഞ് ഒരു സീറ്റൊക്കെ കാണിച്ചു കൊടുത്ത് അവിടെ ഇരുത്തുന്നു. അപ്പോൾ ആ ഒരു ടേബിൾ നോക്കുന്ന സമയത്ത് ആ ഒരു ടേബിളിന്റെ മുകളിലായിട്ട് ഒരു സ്ത്രീയെ ഇങ്ങനെ എയറിൽ നിർത്തിയിരിക്കുകയാണ്. അവർ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. ദെൻ വോൾഡമോർട്ട്, നീ വല്ല ന്യൂസും കൊണ്ടാണോ വന്നിരിക്കുന്നത് എന്ന് സ്നേപ്പിനോട് ചോദിച്ചപ്പോൾ സ്നേപ്പ് പറയുകയാണ്, നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം വരുന്ന ശനിയാഴ്ച സംഭവിക്കാൻ പോവുകയാണ് എന്ന് പറയുന്നു. സോ എന്താണ് സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹാരി പോട്ടർ വെളിയിലോട്ട് ഇറങ്ങുന്ന ദിവസത്തിനെ പറ്റിയാണ് പറയുന്നത്. ഇത് കേട്ടതും അവിടെ ഉണ്ടായിരുന്ന വേറൊരു വ്യക്തി പറയുകയാണ്, അതിനൊന്നും ഒരു ചാൻസേ ഇല്ല. കാരണം നമുക്ക് 17 വയസ്സ് വരെ അവനെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ, ട്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം 17 വയസ്സിന് ശേഷം നമുക്ക് അവനെ ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും അവന് 17 വയസ്സിന് ശേഷമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ മാസം കഴിഞ്ഞിട്ടായിരിക്കും അവൻ വെളിയിലോട്ട് വരിക എന്ന് പറയുന്നുണ്ട്. അതിന് സ്നേപ്പ് അതൊരു ഫേക്ക് ന്യൂസാണ്, നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി, നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി ഇറക്കിയ ഒരു ന്യൂസാണ് എന്ന് പറയുന്നുണ്ട്. ഓർഡർ ഓഫ് ഫീനിക്സ് ഒക്കെ പോലെ വളരെയധികം സെക്യൂർ ആയ ഒരു സ്ഥലത്തേക്കായിരിക്കും അവനെ മാറ്റുക. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവനെ എടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബെല്ലാട്രിക്സ് പറയുന്നു, ഞാൻ അവനെ കൊല്ലാം ലോഡ്, എനിക്ക് ആ ഒരു അവസരം തരൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വോൾഡമോർട്ട് പറയുന്നു, ഹാരി പോട്ടറിനെ കൊല്ലുന്നത് എൻ്റെ അവകാശമാണ്, അത് ഞാൻ ആർക്കും തരാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറയുന്നു. ദെൻ വോൾഡമോർട്ട് എഴുന്നേറ്റിട്ട് അദ്ദേഹത്തിനുള്ള ഒരേ ഒരു പ്രോബ്ലത്തിനെ പറ്റി എല്ലാവരോടും പറയുന്നു. അതായത് നമ്മുടെ ഹാരി പോട്ടറിന്റെ വാൻഡും കൂടാതെ നമ്മുടെ വോൾഡമോർട്ടിന്റെ വാൻഡും ഏകദേശം ബ്രദേഴ്സിനെ പോലെയാണ്. സോ അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും നേർക്കുനേർ വരികയാണെങ്കിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മുറിവുണ്ടാക്കും എന്നതിലുപരി ഒരാൾ മറ്റൊരാളെ ഇല്ലാതാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ വാൻഡ് യൂസ് ചെയ്ത് എനിക്ക് ഹാരി പോട്ടറിനെ ഇല്ലാതാക്കാൻ സാധിക്കില്ല. അതിനെ തുടർന്ന് എനിക്കിപ്പോൾ ഒരു പുതിയ വാൻഡ് അത്യാവശ്യമാണ്. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ വാൻഡ് സോമാനസാലെ എനിക്ക് നൽകണമെന്ന് ആവശ്യപ്പെടുന്നു. അതിനെ തുടർന്ന് വോൾഡമോർട്ട് ഇങ്ങനെ സംസാരിച്ച് അവസാനം ചോദിക്കുന്നത് നമ്മുടെ ലൂഷ്യസ് മാൽഫോയിനോടാണ്. വോൾഡമോർട്ട് അടുത്ത് വന്നത് ലൂഷ്യസ് മാൽഫോയ് അങ്ങ് പേടിച്ചു പോവുകയാണ്. ശേഷം അദ്ദേഹത്തിന്റെ വാൻഡ് വോൾഡമോർട്ടിനോട് കൊടുക്കുന്നു. ഈ വാൻഡിന്റെ പവർ എന്താണെന്ന് ലൂഷ്യസിനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് ഡ്രാഗന്റെ ഹേർട്ട് സ്ട്രിങ് ആണ് ഇതിന്റെ ഉള്ളിലുള്ളതെന്ന് പറഞ്ഞു കൊടുക്കുന്നു. അതായത് ഡ്രാഗൺസിന്റെ ആ ഒരു ഹൃദയത്തിലുള്ള ആ ഒരു കുഴലുണ്ടല്ലോ, സോ അതാണ് ഇതിന്റെ കോർ എന്നാണ് പറയുന്നത്. അതിനുശേഷം വോൾഡമോർട്ട് ആ ഒരു വാൻഡ് യൂസ് ചെയ്ത് അവിടെ തൂക്കി വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു ഉപദ്രവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു സ്ത്രീയെ അടുത്തേക്ക് വരിപ്പിക്കുന്നു. ദെൻ ബാക്കിയുള്ള ഡെത്ത് ഈറ്റേഴ്സിനോട് പറയുകയാണ്, ഞാൻ ഇവരെ പരിചയപ്പെടുത്തി തരാൻ മറന്നുപോയി, ഇവരാണ് നമ്മുടെ ഹോഗ്വാർട്സ് സ്കൂളിലെ ഒരു ടീച്ചറാണ്. ഇതുകൂടാതെ ഇവരുടെ മെയിൻ സബ്ജക്റ്റ് എന്ന് പറയുന്നത് തന്നെ മകൾ സ്റ്റഡീസ് ആണെന്നും ഇവരുടെ ആശയം നിങ്ങൾക്ക് എന്താണെന്നറിയോ? അതായത് നമ്മളെപ്പോലുള്ള പ്യൂർ ബ്ലഡും മകൾ ബോൺ ആയിട്ടുള്ള മഡ് ബ്ലഡ്സും ഒരുമിച്ച് പഠിച്ചാൽ ഒരു പ്രശ്നമില്ലെന്നും 2 വിഭാഗങ്ങൾക്കും ഒരുമിച്ച് പഠിച്ച് നല്ല രീതിയിൽ തന്നെ മുൻപോട്ട് പോകാമെന്നൊക്കെയാണ് ഇവരുടെ ആശയമെന്ന് ബാക്കിയുള്ള ഡെത്ത് ഈറ്റേഴ്സിനോട് വോൾഡമോർട്ട് പറഞ്ഞു കൊടുക്കുന്നു. ഇതങ്ങ് കേട്ടത് അവിടെയുള്ളവരൊക്കെ ഭയങ്കരധികം ചിരിക്കുകയാണ്. ശേഷം പേടിച്ച് വരേണ്ട ആ ഒരു ടീച്ചറും നമ്മുടെ സ്നേപ്പിനോട്, സ്നേപ്പ് നമ്മളെല്ലാം കൂട്ടുകാരല്ലേ, പ്ലീസ് സ്നേപ്പ് എന്നെ വെറുതെ വിട് സ്നേപ്പ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരധികം കരയുന്നു. ബട്ട് അതിനുള്ളിൽ നമ്മുടെ വോൾഡമോർട്ട് ആവട്ടെ അവന്റെ വാൻഡ് യൂസ് ചെയ്ത് അവാഡ കെഡാവർ എന്ന ആ ഒരു കില്ലിംഗ് കേസ് യൂസ് ചെയ്ത് ആ ഒരു സ്ത്രീയെ കൊല്ലുന്നു. ഇത് കണ്ടത് നമ്മുടെ ഡ്രാക്കോ ആവട്ടെ ഭയങ്കരധികം പേടിച്ചു പോകുന്നു. ശേഷം വോൾഡമോർട്ട്, നഗീനെ നിന്റെ രാത്രിയിലേക്കുള്ള ഡിന്നർ റെഡിയായി എന്ന് പറഞ്ഞ് ആ ഒരു പാമ്പിനെ കൊണ്ട് ആ ഒരു സ്ത്രീയെ കഴിപ്പിക്കുന്നു. അവിടെ കട്ടില്ല നേരെ നമ്മുടെ ഹാരി കാണിക്കണം. ഹാരി എല്ലാ സാധനങ്ങളും ഹെഡ്വിക്കും അവന്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് അവിടെ നിന്ന് പോകാൻ വേണ്ടി തയ്യാറാവുകയാണ്. പോകുന്നതിന് മുമ്പായിട്ട് അവന്റെ ആ ഒരു സ്റ്റെയറിന്റെ അടിയിൽ അവന്റെ ആ ഒരു പഴയ റൂം ഉണ്ടല്ലോ, ആ ഒരു
റൂമെല്ലാം ചെന്ന് നോക്കുന്നു. അവൻ ഭയങ്കരധികം ഫീൽ ചെയ്യാണ്. കാരണം എത്രമാത്രം ഉപദ്രവിച്ചെന്ന് പറഞ്ഞാലും അവൻ ഇത്രയും നാളും ജീവിച്ച് അല്ലെങ്കിൽ അവൻ്റെ ആ ഒരു ചെറുപ്പകാലം എല്ലാം ഇവിടെ ആയിരുന്നു. സോ അതിൻ്റെ ആ ഒരു പെയിനിലാണ് അവനുള്ളത്. അപ്പോൾ പെട്ടെന്ന് വെളിയിൽ എന്തോ ശബ്ദം കേട്ട് ഹാരി നോക്കുന്ന സമയത്ത് ഡോറ് തുറന്നത് നമ്മുടെ റോൺ, ഹെർമോനി കൂടാതെ ലൂപ്പിൻ എല്ലാവരും, ഓർഡർ ഓഫ് ഫീനിക്സ് എല്ലാവരും എത്തിയിരിക്കുകയാണ്. നമ്മുടെ മാഡൈ മൂടി എല്ലാവരും ഉണ്ട്. ഹാരിക്ക് ഭയങ്കരധികം സന്തോഷമാവുകയാണ് ഇവരെല്ലാവരും ഒരുമിച്ച് കണ്ടപ്പോൾ. അങ്ങനെ സന്തോഷിക്കുന്ന സമയത്ത് മാഡൈ മൂടി നിൻ്റെയൊക്കെ ആഹ്ലാദപരണമൊക്കെ വീട്ടിൽ ചെന്നിട്ട് മതി, ആദ്യം ഇവനെ സേഫായിട്ട് ഇവിടുന്ന് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞ് ഷൗട്ട് ചെയ്ത് ഉള്ളിലോട്ട് കയറി പോകുന്നു. സോ അവിടെ വെച്ചാണ് നമ്മൾ ബിൽ വീസ്ലി എന്ന പുതിയ ക്യാരക്ടറിനെ പരിചയപ്പെടുന്നത്. നമ്മുടെ വീസ്ലി ഫാമിലിയിലെ ഒരു മെമ്പറാണ്. കൂടെ അവൻ്റെ ഗേൾ ഫ്രണ്ടും ഉണ്ട്, ഫ്ലർ. സോ ഈ പെൺകുട്ടി നിങ്ങൾ എവിടെയോ കണ്ടിട്ടില്ലേ? ഉണ്ട്. അതാണ് നമ്മുടെ ഗോബ്ലറ്റ് ഓഫ് ഫയറിനകത്ത് ട്രൈവിസ ടൂർണമെന്റിൽ പങ്കെടുക്കാൻ വേണ്ടി ആ ഒരു സ്ത്രീകളുടെ സ്കൂളിൽ നിന്ന് വന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ. ഇതും പോലെ തന്നെ സെക്കൻഡ് ടാസ്കിനകത്ത് അവളുടെ പെങ്ങളെ രക്ഷു എന്നൊക്കെ പറഞ്ഞിട്ട് ഹാരിക്കും റോണിനൊക്കെ ഉമ്മ കൊടുത്തിട്ട് പോയ പെണ്ണില്ലേ, സോ അവളാണ് ആ നിൽക്കുന്നത്. ഇതുകൂടാതെ അവിടെ നമ്മുടെ പ്രൊഫസർ ലൂപ്പിനും കൂടാതെ ടോങ്സ് രണ്ടുപേരും കല്യാണം കഴിക്കാൻ പോകുമെന്നും പറയുന്നുണ്ട്. ദെൻ മാഡൈ മൂടി വന്നിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ഹാരിയോട്. ഹാരി, നിനക്ക് ഇതുവരെ 17 വയസ്സായിട്ടില്ല, അതുകൊണ്ട് തന്നെ അവർ നിന്നെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിനക്ക് ഭയങ്കരധികം ആപത്ത് കാത്തിരിക്കുകയാണ്. വോൾഡമോർട്ട് എന്തായാലും നിന്നെ കണ്ടുപിടിച്ച് വരും. അതുകൊണ്ടൊക്കെ തന്നെ നിന്നെ സേഫ് ആയിട്ട് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണം, അതിനുവേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനോടൊപ്പം മാഡൈ ഒരു പോളിജൂസ് പോർഷന് കാണിച്ചു കൊടുക്കുന്നു. ഇത് കണ്ടത് ഹാരി പറയുകയാണ്, ഇതിനോട് ഞാൻ സമ്മതിക്കില്ല, കാരണം എനിക്ക് വേണ്ടി നിങ്ങൾ ആരും ജീവൻ റിസ്ക് ചെയ്യാൻ പാടില്ല, അതെനിക്ക് ഇഷ്ടമല്ല, ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഹെർമോനി മാഡയോട് പറയുന്നു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ഇവൻ സമ്മതിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. ശേഷം മാഡൈ പറയുന്നു, ഇവിടെയുള്ള എല്ലാവരും നിനക്ക് വേണ്ടി ആ ഒരു റിസ്ക് എടുക്കാൻ വേണ്ടി തയ്യാറാണ് ഹാരി, ഈ 2 പേര് വെച്ച് പോയാൽ മാത്രമാണ് പെട്ടെന്ന് നിന്നെ കണ്ടുപിടിക്കാൻ പറ്റാതിരിക്കുള്ളൂ, നിന്റെ ജീവൻ വളരെയധികം വാല്യുബിൾ ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. ദെൻ മാഡൈ അവൻ്റെ മുടി ചോദിച്ചപ്പോൾ കേട്ടപാട് നമ്മുടെ ഹെർമോനി അവൻ്റെ തലയിൽ നിന്നും ഒരു മുടി അങ്ങ് വലിച്ചുകൊണ്ട് പോയിട്ട് നേരെ ആ ഒരു പോളിജൂസ് പോർഷനിനകത്തും ഇടുന്നുണ്ട്. ദെൻ ആ ഒരു പോളിജൂസ് പോർഷൻ റെഡി ആയിരിക്കുകയാണ്. അത് എല്ലാവരും കൊണ്ടും കുടിപ്പിക്കുന്നുണ്ട്. കുടിപ്പിക്കുന്നതിന് മുമ്പ് നമ്മുടെ ജോജോ ഫ്രെഡിനോടൊക്കെ പറയുന്നുണ്ട്, നിങ്ങളിത് ആദ്യമായിട്ട് കുടിക്കുന്നെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് പന്നിമൂത്രം പോലെ ഉണ്ടാവും എന്ന് പറയുന്നു. അപ്പോൾ ജോജോ ഫ്രെഡും ഇതിനു മുമ്പ് പന്നിമൂത്രം കുടിച്ചിട്ടുള്ള മട്ടിലാണല്ലോ നിങ്ങൾ പറയുന്നത് എന്ന് അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ആ ഒരു പോളിജൂസ് പോർഷൻ നമ്മുടെ ജോർജ്, ഫ്രെഡ്, മണ്ടങ്കസിനെ പറ്റി പറയാൻ മറന്നുപോയി. അതായത് അതൊരു പുതിയ ക്യാരക്ടറാണ് മണ്ടങ്കസ് ഫ്ലെച്ചർ എന്ന് പറയുന്നത്. സോ ഇദ്ദേഹത്തിനെ പറ്റി നമ്മൾ പിന്നീട് മനസ്സിലാക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഫ്ലർ കൂടാതെ റോൺ, ഹെർമോനി ഇവരെല്ലാം ആ ഒരു പോളിജൂസ് പോർഷൻ കുടിച്ച് നമ്മുടെ ഹാരി പോലെ മാറുന്നു. അപ്പോൾ നമ്മുടെ ജോർജും ഫ്രെഡും തമ്മി നോക്കിയിട്ട് നമ്മൾ രണ്ടുപേരും കാണാൻ ഒരേപോലെ ഉണ്ടല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മറ്റവന്മാര് നീക്ക് അത് കുടിച്ചില്ലെങ്കിലും കാണാൻ ഒരേപോലെ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ശേഷം എല്ലാ ഹാരിമാരോടും ഒരേപോലെ ഡ്രസ്സ് മാറാൻ പറയുകയാണ്. അതിനെ തുടർന്ന് നമ്മുടെ റിയൽ ഹാരി ഹാഗ്രിഡിനൊപ്പം പറഞ്ഞു വിടുന്നു. അപ്പോൾ ഹാഗ്രിഡ് പറയുന്നുണ്ട്, 16 വർഷങ്ങൾക്ക് മുമ്പ് നിന്നെ ഞാൻ ആദ്യമായിട്ട് ഞാൻ തന്നെ കൊണ്ടുവന്ന് ഇപ്പം നിന്നെ കൊണ്ടുപോകുന്നു ഞാൻ തന്നെയാണെന്ന് ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഓരോ ഡയലോഗ് അടിക്കുന്നു. ഇത് കേട്ടോ നമ്മുടെ മാഡയ്ക്ക് ഇതിനെയൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊണ്ടുപോകണം എന്ന് പറയുന്നത് നേരെ ഉരുട്ടി വെളുക്കൂലോ എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് ദേഷ്യപ്പെട്ട് വെളിയിലോട്ട് ഇറങ്ങുന്നു. ദെൻ എല്ലാവരും റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ മാഡൈ പറയുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും വീസ്ലി ഹൗസിൽ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞ് അവിടുന്ന് പുറപ്പെടുന്നു. അങ്ങനെ എല്ലാവരും പറന്നു പോകുന്ന സമയത്താണ് പെട്ടെന്ന് ഒരുപാട് ഡെത്ത് ഈറ്റേഴ്സ് ഇവരെ എല്ലാവരും വന്ന് അറ്റാക്ക് ചെയ്യാണ്. മൊത്തം വന്നവരൊക്കെ കൺഫ്യൂസ് ആവണം, കാരണം ഒരുപാട് ഹാരിമാരുണ്ടല്ലോ. അപ്പോൾ ആർക്കും ശരിക്കുള്ള ഹാരി ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാവരും അറ്റാക്ക് ചെയ്ത് കണ്ടപ്പോൾ നമ്മുടെ റിയൽ ഹാരി ഹാഗ്രിഡിനോട് പറയുന്നുണ്ട്, ഹാഗ്രിഡ് നമുക്ക് അവരെ രക്ഷിക്കണം, വെയിറ്റ് സ്റ്റോപ്പ് ചെയ്യുന്നൊക്കെ പറയുന്നു. അപ്പോൾ ഹാഗ്രിഡും സോറി ഹാരി എനിക്ക് നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആ ഒരു ബൈക്കിൽ ബൂസ്റ്റപ്പ് ചെയ്തിട്ട് നേരെ പറന്നു പോവുകയാണ്. അങ്ങനെ അറ്റ് സം പോയിന്റ് ഹാഗ്രിഡ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഏതൊരു ഡെത്ത് ഈറ്റർ വന്ന് ഹാഗ്രിഡിനെ അടിച്ചതും അദ്ദേഹം ബോധം കെട്ട് മയങ്ങി പോകുന്നു. അപ്പോൾ ഹാരിക്കും വേറെ വഴിയില്ലാതെ അവൻ ആ ഒരു ബൈക്ക് ഓടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പിന്നാലെ ആ ഒരു ഡെത്ത് ഈറ്റർ ഇവനെ ചേസ് ചെയ്ത് വരികയാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഹെഡ്വിക് ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഹാരിയുടെ ആ ഒരു മൂങ്ങ അത് വന്ന് ആ ഒരു ഡെത്ത് ഈറ്ററിനെ കൺഫ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ ഡിസ്റ്റർബ് ചെയ്യുന്നു. അതിൽ ദേഷ്യം വന്ന ആ ഒരു ഡെത്ത് ഈറ്റർ എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു കില്ലിംഗ് കേസ് ഹെഡ്വിക്കിന്റെ ദേഹത്ത് യൂസ് ചെയ്യാണ്, അബാഡ കെഡാവറ. സോ അതോടെ ഹെഡ്വിക്ക് മരിച്ചു പോകുന്നു. അതിങ്ങനെ താഴെ വീഴുന്ന കണ്ടപ്പോൾ നമ്മുടെ ഹാരിക്കും ഭയങ്കരധികം സങ്കടം വരുന്നു. ദെൻ ഹാരി തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ആ ഒരു പിന്നിൽ ചേസ് ചെയ്ത് വന്ന ഡെത്ത് ഈറ്റർ പെട്ടെന്ന് സ്റ്റോപ്പ് ആവുകയാണ്. അവനും ഇങ്ങനെ ഫ്രണ്ടിൽ കൺഫ്യൂസ് ആയി നടക്കുന്ന സമയത്ത് പെട്ടെന്ന് അവൻ്റെ സ്കാർ വേനിക്കാൻ തുടങ്ങുന്നു. സോ നോക്കിയാൽ നമ്മുടെ വോൾഡമോർട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഹാരിയും ഭയങ്കരധികം വീക്ക് ആവാണ്. വോൾഡമോർട്ട് ഇവനെ അറ്റാക്ക് ചെയ്യുന്നു. കറക്റ്റ് സമയത്ത് ഇവൻ അവൻ്റെ വാൻഡ് എടുത്തതും നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്യുന്നു. അതിൽ നമ്മുടെ ഹാരി വോൾഡമോർട്ടിനെ ഓവർ പവർ ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ആ ഒരു വാൻഡ് പൊട്ടിപ്പോകുന്നു. സോ ലൂസിയസ് മാൽഫോയുടെ വാൻഡ് ഉപയോഗിച്ചിട്ട് പോലും നമ്മുടെ ഹാരി ഒന്നും ചെയ്യാൻ നമ്മുടെ വോൾഡമോർട്ട് സാധിക്കുന്നില്ല. അതിൽ ഫ്രസ്ട്രേറ്റഡ് ആയി നമ്മുടെ വോൾഡമോർട്ട് അങ്ങനെ തൊണ്ട കയറി ഒരേ അലർച്ച. ദെൻ അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ നമ്മുടെ ഹാരി രക്ഷപ്പെട്ടു പോവുകയാണ്. അതിനുശേഷം നമ്മുടെ ഹാഗ്രിഡ് ഉറക്കമെല്ലാം കഴിഞ്ഞ് നേരെ എഴുന്നേക്കുന്നു. ദെൻ നേരെ ആ ഒരു പറക്കുന്ന ബൈക്ക് കൊണ്ട് ലാൻഡ് ചെയ്യുന്നത് വീസ്ലി ഹൗസിലേക്കാണ്. അപ്പോൾ മിസ്സസ് വീസ്ലി വന്ന് ചോദിക്കുകയാണ്, എന്ത് പറ്റി, ബാക്കിയുള്ളവരൊക്കെ എവിടെയെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഹാരി ബാക്കിയുള്ളവരാരും ഇതുവരെ എത്തിയില്ലെന്ന് തിരിച്ച് ചോദിക്കുന്നു. ഇതിന് ഹാഗ്രിഡ് മിസ്സസ് വീസ്ലിയോട് പറയുകയാണ്, ഞങ്ങൾ അവിടുന്ന് പുറപ്പെട്ട ആ നിമിഷം തൊട്ട് തന്നെ ഡെത്ത് ഈറ്റേഴ്സ് ഞങ്ങളുടെ പറഞ്ഞാലുണ്ടായിരുന്നു, എന്തൊരു ട്രാപ്പ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. ദെൻ അങ്ങനെ ഓരോരുത്തരായിട്ട് ഇറങ്ങിയാണ്. നമ്മുടെ പ്രൊഫസർ ലൂപ്പിൻ ജോർജിനെ തൂക്കിക്കൊണ്ടാണ് വരുന്നത്. കാരണം
അവന്റെ ഒരു ചെവിയുടെ ഭാഗം ഒന്ന് മുറിഞ്ഞിട്ടുണ്ട്. ദെൻ ജോർജിനെ കൂട്ടിക്കൊണ്ട് നമ്മുടെ ഹാരിയും ലൂപ്പിനും ഉള്ളോട്ട് കയറുകയാണ്. ആ സമയം നമ്മുടെ ലൂപ്പിൻ ഹാരി നേരെ ഒരു മതിൽ ചേർത്തി വെച്ചിട്ട് ഹാരി പോട്ടർ ആദ്യമായിട്ട് എന്റെ ഓഫീസിൽ വന്നപ്പോൾ ഏത് ബേർഡാണ് കോർണറിൽ ഉണ്ടായിരുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. അതിന് ഹാരിയും കറക്റ്റായിട്ട് ഒരു ഉത്തരവും കൊടുക്കുന്നു. സോ എന്തിനു വേണ്ടിയാണ് പ്രൊഫസർ ലൂപ്പിൻ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെ ആരോ ചതിച്ചിരിക്കുകയാണ്. അതായത് ഇവരിന്ന് ഹാരി കൊണ്ടുവരുന്ന കാര്യം നേരത്തെ തന്നെ വോൾഡമോർട്ട് അറിഞ്ഞിരിക്കുന്നു. അതിനെ തുടർന്ന് ഡെത്ത് ഈറ്റേഴ്സ് എല്ലാവരും ആകാശത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഇവർ വരാൻ വേണ്ടി. സോ അങ്ങനെ ഇരിക്കെ ഹാരി പോട്ടറെ പോലെ വോൾഡമോർട്ട് ആരെങ്കിലും ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ് ലൂപ്പിൻ ക്രോസ് ചെക്ക് ചെയ്തത്. ഇതിനവിടേക്ക് വേറെ ആരോ വരികയാണ്. നോക്കുന്ന സമയത്ത് നമ്മുടെ കിങ്സ്ലി ആയിരുന്നു. ശേഷം ലൂപ്പിനും നേരെ കിങ്സ്ലിയുടെ അടുത്ത് വരികയാണ്. ഇതിന് അവർ രണ്ടുപേരും അവരുടെ വാൻഡ് യൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നു. കാരണം ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ആ ഒരു വോൾഡമോർട്ട് ആളാണോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി. അതിനെ തുടർന്ന് കിങ്സ്ലി ചോദിക്കുകയാണ് നമ്മുടെ ആൽബസ് ഡംബിൾഡോർ നമ്മൾ രണ്ടുപേരോടും അവസാനമായിട്ട് പറഞ്ഞ കാര്യം എന്താണ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ലൂപ്പിൻ തിരിച്ചു പറയുന്നു ഹാരി പോട്ടർ മാത്രമാണ് നമ്മുടെ ഒറ്റ പ്രതീക്ഷ, അവനെ നിങ്ങൾ വിശ്വസിക്കൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദെൻ കിങ്സ്ലി വരുന്നവരെ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റുമെന്ന് ചോദിച്ച സമയത്ത് നമ്മുടെ ഹാരി പറയുകയാണ് ഹെഡ്വിക് അവൾ വരുന്ന വഴി എന്നെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ മരിച്ചുപോയി എന്ന് പറയുന്നുണ്ട്. ശേഷം ടോങ്സ് താഴോട്ട് വരികയാണ്. കൂടെ റോണും ഉണ്ട്. റോണിനെ കണ്ടത് നമ്മുടെ ഹെർമോനെ നേരെ വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ ടോങ്സ് ഒരു കാര്യം പറയുന്നുണ്ട് ഇപ്പോൾ റോൺ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ജീവനോട് ഇല്ലായിരുന്നു എന്നൊരു കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇത് കേട്ടപ്പോൾ നമ്മുടെ ഹെർമോനിക്ക് കൺഫ്യൂസ് ആയി ശരിക്കുവാണോ പറയുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ റോൺ ഹെർമോനോട് നിനക്ക് എല്ലാ കാര്യത്തിലും സംശയമാണല്ലോ എന്ന് ചോദിക്കുന്നു. ഇവർ രണ്ടുപേരെ കണ്ടത് നമ്മുടെ ഹാരി വേഗം ചെന്ന് ഇവർ രണ്ടുപേരെയും കെട്ടിപ്പിടിക്കുന്നു. ഇതിനവിടേക്ക് ഓർത്തർ അതായത് നമ്മുടെ മിസ്റ്റർ വീസിലിയും കൂടാതെ ഫ്രെഡും വരുന്നു. ഫ്രെഡ് വന്നത് ചോദിക്കുന്നത് നമ്മുടെ ലൂപ്പിനോട് ജോർജ് എവിടെ എന്നാണ്. ശേഷം ഉള്ളിൽ ചെല്ലുമ്പോഴാണ് അവൻ ആ ഒരു മുറിവെല്ലാം ആയി കിടക്കുന്നത് ഇവർ കാണുന്നത്. ഇതിനവിടേക്ക് ബില്ലും ഫ്ലറും വരികയാണ്. വന്നതും ബില്ല് പറയുകയാണ് നമ്മുടെ മാഡയും മൂടി മരിച്ചു പോയിരിക്കുകയാണ് എന്ന് പറയുന്നു. വോൾഡമോർട്ടിനെ കണ്ടത് നമ്മുടെ മണ്ടേഴ്സ് അവിടുന്ന് ഡിസാപ്പറേറ്റ് ചെയ്തു പോയി. അതിനെ തുടർന്നാണ് നമ്മുടെ മാഡയും മൂടി മരിച്ചു പോയത് എന്ന് പറയുന്നു. സോ ഇത് കേട്ടതോടെ അവിടെയുള്ള എല്ലാവരും സങ്കടപ്പെടുന്നു. ഇതിന് അന്ന് രാത്രി നമ്മുടെ ഹാരി ഉറങ്ങുമ്പോൾ അവനൊരു സ്വപ്നം വരികയാണ്. നമ്മുടെ വോൾഡമോർട്ടിനെ നേരെ നമ്മുടെ ആ ഒരു കഴിഞ്ഞ പാർട്ടിൽ ഒലിവാൻഡർ ഷോപ്പിൽ നിന്നും ഒരാളെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ, അത് വേറെ ആരും ആയിരുന്നില്ല നമ്മുടെ ഒലിവാൻഡറിനെ തന്നെയായിരുന്നു. സോ ഇപ്പോൾ വോൾഡമോർട്ട് അവനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ എന്നോട് നുണ പറയാൻ പാടില്ലായിരുന്നു ഒലിവാൻഡർ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നു. അതിൽ കണ്ണു തുറക്കുന്ന നമ്മുടെ ഹാരി നേരെ അവന്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് അവിടുന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണ്. പക്ഷെ ഒരുപാട് പോകാൻ സാധിച്ചില്ല. അപ്പോഴേക്കും നമ്മുടെ റോൺ വന്ന് അവനെ തടയുന്നുണ്ട്. നീ എങ്ങോട്ട് ഇപ്പോൾ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് ഹാരിയെ തടയുന്നു. അപ്പോൾ ഹാരി പറയുന്നു എടാ ഇവിടെ നോക്ക് റോൺ, എനിക്കിനി ആരും മരിക്കാൻ താല്പര്യമില്ല, പ്രത്യേകിച്ച് എനിക്ക് വേണ്ടി ആരും മരിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ റോൺ പറയുന്നു നിനക്ക് വേണ്ടിയാണ് ഇവരെല്ലാവരും മരിച്ചെന്നാണെന്ന് വിചാരിക്കുന്നത്? അല്ല എടാ, മേ ബി നീ ആയിരിക്കും ആ ഒരു ചൂസൻ വേണം, നിന്നെ കൊണ്ട് മാത്രമേ വോൾഡമോർട്ടിനെ ഇല്ലാതാക്കാൻ സാധിക്കുള്ളൂ, നീ വെറുതെ എടുത്തിയാടി ഒരു തീരുമാനം എടുക്കണ്ട എന്നൊക്കെ പറയുന്നു. നാളെ ബില്ലിന്റെ ഫ്ലോറിന്റെയും കല്യാണമല്ല, അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഹാരി എനിക്ക് മാരേജ് ഒന്നും ഒരു വിഷയമല്ല റോൺ, നമ്മളിങ്ങനെ വൈകി പോകും തോറും തന്നെ വോൾഡമോർട്ട് ശക്തിശാലിയായി മാറുകയാണ്, അതെനിക്ക് അനുവദിക്കാൻ സാധിക്കില്ല, വേഗം ആ ഒരു ഹോഗ്വർട്സിനെ കണ്ടുപിടിക്കണം, അത് ഇല്ലാതാക്കണം എന്ന് പറയുന്നു. നീ വേണമെങ്കിൽ നീയും എൻ്റെ കൂടെ വാ എന്നൊക്കെ പറഞ്ഞ് റോണിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഹെർമോനി ഇല്ലാതെ എനിക്കൊന്നും വരാൻ പറ്റില്ല എന്ന് റോണും പറയുന്നു. ശരി ഹാരി, നീ ഒരു ഒറ്റ ദിവസം വെയിറ്റ് ചെയ്യും, നമുക്ക് നാളെ കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് പോകാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഹാരി ചെറുതായിട്ട് കൺവിൻസ് ആയി അവൻ്റെ കൂടെ തന്നെ വീട്ടിലോട്ട് തിരിച്ചു കയറുന്നു. പോകുന്ന വഴി റോൺ ഹാരിയോട് പറയുന്നുണ്ട് ആദ്യത്തെ ഹോഗ്വർട്സ് ആയ ഡെയറി നീ ആ ഒരു ചേംബർ ഓഫ് സീക്രട്സിനകത്ത് വെച്ച് ബെസിലിസ്കിന്റെ പല്ല് ഉപയോഗിച്ച് ഇല്ലാതാക്കി. രണ്ടാമത്തെ ഹോഗ്വർട്സ് ആയ ഒരു റിങ്ങിനെ നമ്മുടെ ഡംബിൾഡോർ നശിപ്പിച്ചു. സോ ഇനി ബാക്കിയുള്ളത് ഒരു 5 എണ്ണമാണ്. ഇങ്ങനെ അവർ സംസാരിച്ച് ഉള്ളിലോട്ടും കയറി പോകുന്നു. ശേഷം പിറ്റേ ദിവസം ഒന്ന് കല്യാണമാണ്. അതിന്റെ എല്ലാ പ്രിപ്പറേഷനിലാണ് അവിടെ ഉള്ള എല്ലാവരും. അപ്പോൾ ജിന്നി വന്ന് നമ്മുടെ ഹാരിയോട് സംസാരിക്കുന്നുണ്ട്. അവർ രണ്ടുപേരൊക്കെ ഒരു കിസ്സൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ജോർജ് അവിടെ അടുത്ത് നിന്നിട്ട് അവന്റെ ചെവിക്കകത്ത് ഒരു ബ്രഷും കുത്തി കയറ്റിയിട്ട് കപ്പിനകത്ത് ചായ എടുത്ത് ഗുഡ് മോർണിംഗ് പോലും. അപ്പോൾ ഹാരിയും സമ്മതിക്കില്ല, ഒരു 2 നിമിഷം സൗകര്യമായിട്ടിരിക്കാൻ സമ്മതിക്കില്ലോ, കുടുംബം മൊത്തം ഇങ്ങനെയാണല്ലോ എന്ന മട്ടിലാണ് ഹാരി. പിന്നെ അതിനെ ഫോളോ ചെയ്ത് അവിടേക്ക് നമ്മുടെ മിനിസ്റ്റർ ഓഫ് മാജിക് കടന്നു വരികയാണ്. അതായത് ഫിലിമിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഒരാൾ എല്ലാ പ്രസിനോടൊക്കെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ ആ ഒരു മിനിസ്റ്റർ ഓഫ് മാജിക് ഈ ഒരു ഹാരി റോൺ ഹെർമോനി ഇവർ 3 പേരെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എന്താണ് സംഭവം എന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഡംബിൾഡോർ മരിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ട് ഇവർ 3 പേർക്കും വേണ്ടി. അതിൽ ആദ്യം തന്നെ നമ്മുടെ റോണിന് ഡംബിൾഡോർ തന്നെ ഉണ്ടാക്കിയ ഡെലുമിനേറ്റർ എന്ന് പറയുന്ന ഒരു ഡിവൈസ് കൊടുക്കുന്നു. സോ ഈ ഒരു ഡിവൈസ് കൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ ചുറ്റും ഇരുട്ടായിരിക്കുന്ന സമയത്ത് ഇവന് വെളിച്ചം കാണിച്ചു കൊടുക്കാൻ ഈ ഒരു ഡിവൈസ് ഉപകാരപ്പെടും എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു സാധനം അവന് കൊടുത്തിരിക്കുന്നത്. ആ ഒരു സാധനം ഉപയോഗിച്ച് ചുറ്റുമുള്ള ലൈറ്റിനെ എല്ലാം ക്യാപ്ചർ ചെയ്ത് ഹോൾഡ് ചെയ്യാനും പിന്നീട് ആവശ്യാനുസരണം ആ ഒരു ലൈറ്റിനെ തിരിച്ചു കൊടുത്ത് അവിടെ പ്രകാശം വരുത്താനും സാധിക്കും. ഇതിനടുത്തായിട്ട് ഹെർമോനി ഗ്രേഞ്ചറിന് ഒരു ഫെയറി ടെയിൽസ് പോലെ ഒരു ബുക്കാണ് കൊടുക്കുന്നത്. അതിനുശേഷം ഹാരി പോട്ടറിന് അവൻ ആദ്യമായിട്ട് ക്വിഡിച്ച് മാച്ചിൽ കളക്ട് ചെയ്ത ആ ഒരു ഗോൾഡൻ സ്നിച്ച് ബോൾ അവന് കൊടുക്കുന്നു. ആ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മിനിസ്റ്റർ ഓഫ് മാജിക്കിന്റെ ശ്രദ്ധ മൊത്തം ആ ഒരു ബോളിനകത്തായിരുന്നു. ഹാരി പോട്ടർ അത് തൊട്ടപ്പോൾ തന്നെ തുറക്കുമെന്നൊക്കെയാണ് പുള്ളി പ്രതീക്ഷിച്ചത്. പക്ഷേ ഹാരി തൊട്ടിട്ടും അതൊന്നും തുറക്കുന്നില്ല. അത് തുറക്കാത്തതിനെ തുടർന്ന് അവിടെയുള്ള എല്ലാവരും ഡിസപ്പോയിന്റ് ആയി പോകണം. അപ്പോൾ നമ്മുടെ ഹാരി ചോദിക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ എന്ന് ചോദിക്കുന്നു. അതിന് മിനിസ്റ്റർ ഓഫ് മാജിക്കും അല്ല ഒരെണ്ണം കൂടിയുണ്ട്, സ്വാർഡ് ഓഫ് ഗ്രിഫൻഡോർ, അതായത് ഗോഡ്രിക് ഗ്രിഫൻഡോറിന്റെ ആ ഒരു വാള് ഇവനെ കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ആ ഒരു സോഡിന്റെ അവകാശി എന്ന് പറയുന്നത് ഡംബിൾഡോർ അല്ല. അതിനെ തുടർന്ന് അദ്ദേഹത്തിന് ഇത് വേറെ ആർക്കും കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ഹെർമോനി പറയുന്നുണ്ട് അതിന്റെ അവകാശി നമ്മുടെ ഹാരിയാണ്. കാരണം അന്ന് ചേംബർ ഓഫ് സീക്രട്സിനകത്ത് വെച്ച് ഇവൻ ആവശ്യം വന്നപ്പോൾ ഈ ഒരു സോഡാണ് അവന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നുണ്ടായിരുന്നു. അതിന് മിനിസ്റ്റർ തിരിച്ചു പറയുകയാണ് ഒരു വേർത്തി ഗ്രിഫൻഡോറിന് ഒരു അത്യാവശ്യ ഘട്ടം വരികയാണെങ്കിൽ അവിടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ഗ്രിഫൻഡോറിന്റെ സോഡ് അവിടെ അപ്പിയർ ആവും. പക്ഷേ ഇങ്ങനെ വന്നു എന്ന് പ്രതീക്ഷിച്ച്
ഫിഷ് അതിന്റെ ഓണർ ഒരിക്കലും ആ ഒരു വ്യക്തിയാവില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം അതല്ല, ആ ഒരു സോഡ് ഇപ്പോൾ മിസ്സിംഗ് ആണ് എന്ന് പറയുന്നു. ശേഷം അവിടുന്ന് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഹാരിയോട് പറയുന്നു, ഹാരി നീ എന്താണോ ചെയ്യുന്നത് എനിക്കറിയില്ല, പക്ഷേ എന്താണെങ്കിലും നിനക്ക് ഒറ്റയ്ക്ക് ആ ഒരു വോൾഡമോർട്ടിനെ എതിർത്ത് നിൽക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നു. ദെൻ ഈവനിങ് നമ്മുടെ ബില്ലിൻ്റെയും ഫ്ലെറിൻ്റെയും ആ ഒരു വെഡ്ഡിങ്ങിൻ്റെ പാർട്ടി നടക്കുകയാണ്. സോ അവിടെ നമ്മുടെ ഹെർമോനിയൊക്കെ ഒരു റെഡ് ഡ്രസ്സൊക്കെ ആയിട്ട് വന്ന് നിൽക്കുകയാണ്. പാർട്ടി എന്ന് പറഞ്ഞാൽ തന്നെ പുള്ളിക്കാരത്തി ഒരു വിട്ടുവീഴ്ചയില്ല. കാരണം ആദ്യത്തെ യൂൾ ബോളിൻ്റെ പാർട്ടിക്കകത്ത്, കൂടാതെ സ്ലഗിൻ്റെ പാർട്ടി, ഇപ്പോൾ താണ്ടി ഇവിടെ ഈ ഒരു പാർട്ടി ഒക്കെ കാണാൻ തന്നെ ഒരു ദേവതയെ പോലെ വന്നിരിക്കുന്നത്. ഇതുകൂടാതെ അവളെ കണ്ടതും നമ്മുടെ റോണൊന്നും പറയാതെ അവനങ്ങ് സ്റ്റണ്ണായി നിന്ന് പോവുക. ദെൻ ഹാരിയും അതിൻ്റെ ഉള്ളിലേക്ക് വരുന്നു. അപ്പോൾ അവിടെ ലൂണ ഉണ്ടായിരുന്നു. ലൂണ വന്ന് ഹാരിയോട് സംസാരിക്കുന്ന സമയത്താണ് ലൂണയുടെ അച്ഛനായ സീനോഫീലസ് ലവ്ഗുഡും അവനോട് വന്ന് സംസാരിക്കുന്നത്. ഹാരി പോട്ടർ ഞങ്ങളാണ് ക്യൂബുലർ, അതായത് ഈ ഡെയിലി പ്രോഫിറ്റ് പോലെ ഒരു മാഗസീനാണ്, പക്ഷേ ഞങ്ങൾ അവരെ പോലെയല്ല, ഞങ്ങൾ കുറച്ചും കൂടെ മാന്യന്മാരാണ്. ഡംബിൾഡോർ ഉണ്ടായിരുന്ന കാലം അത്രയും ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടിയായിരുന്നു സപ്പോർട്ട് ചെയ്തത്. സോ അദ്ദേഹത്തിന്റെ മരണശേഷം ഇനി ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും നിനക്ക് വേണ്ടിയായിരിക്കും, ഹാരി പോട്ടറിന് വേണ്ടിയായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇവർ രണ്ടുപേരും സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഹാരി നേരെ ഒരു വയസ്സായ ഒരു വ്യക്തിയെ പോയി കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് എൽഫിയാസ് ഡോഗെ. അദ്ദേഹം ഡംബിൾഡോറിന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ്. അതുകൂടാതെ ഈ ഒരു ഡെയിലി പ്രോഫിറ്റ് എന്ന ആ ഒരു പത്രത്തിനകത്ത് ഡംബിൾഡോറിനെ പറ്റി ഒരു ആർട്ടിക്കിളും അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ആർട്ടിക്കിൾ കണ്ട് നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടിയായിരുന്നു ഹാരി അദ്ദേഹത്തിന് ചെന്ന് സംസാരിക്കുന്നത്. അതെ ഹാരി, ഞാനും ഡംബിൾഡോറും നല്ല സുഹൃത്തുക്കളായിരുന്നു, പക്ഷേ ഡംബിൾഡോറിനെ പോലെ ആയിരുന്നില്ല ഏബർഫോർത്ത്. നേരെ ഡംബിൾഡോറിന്റെ ഒരു ഓപ്പോസിറ്റ് ആയിരുന്നു ഏബർഫോർത്ത്. ഇത് കേട്ട ഹാരി ഒന്ന് ഷോക്ക് ആവാണ്. കാരണം ഡംബിൾഡോറിന് ഒരു ബ്രദറുള്ള കാര്യം നമ്മുടെ ഹാരിക്ക് അറിയില്ലായിരുന്നു. ഇതിനെപ്പറ്റി അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, ഡംബിൾഡോറിനെ പറ്റി നിനക്ക് അറിയാത്തതുകൊണ്ടാണ്. അവൻ ഒരുപാട് പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് രഹസ്യങ്ങൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ തന്നെ ഒതുങ്ങിയിട്ടുണ്ട്. ദെൻ റീത്ത സ്കീറ്റർ എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടർ ഡംബിൾഡോറിനെ പറ്റി ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട് എന്നതിലുപരി ഒരു ബുക്ക് തന്നെ ഡംബിൾഡോറിനെ പറ്റി എഴുതി വെച്ചിട്ടുണ്ട്. സോ റീത്ത സ്കീറ്റർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ ഫിലിമായിട്ടുള്ള, അതായത് ഗോബ്ലെറ്റ് ഓഫ് ഫയർ എന്ന ചിത്രത്തിനകത്ത് ട്രൈവിസ ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഒന്ന് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഒരു സ്ത്രീ വന്നിട്ടുണ്ടായിരുന്നല്ലോ. സോ ആ ഒരു സ്ത്രീയാണ് റീത്ത സ്കീറ്റർ. അവർ ഡംബിൾഡോറിനെ പറ്റി ഒരു ബുക്ക് എഴുതി, പക്ഷെ ആ ഒരു ബുക്കിനകത്ത് മൊത്തം ഉള്ളതും ഇല്ലാത്തതുമായ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുറെ സീക്രറ്റ്സ് എല്ലാം റിവീൽ ചെയ്യുന്ന ഒരു ബുക്കായിരുന്നു അത്. അപ്പോൾ അവർക്ക് എങ്ങനെ ഇതിനെപ്പറ്റി എല്ലാം അറിഞ്ഞു എന്നൊക്കെ ചോദിച്ച് സംസാരിക്കുന്ന സമയത്താണ് അപ്പുറത്തെ ടേബിളിൽ നമ്മുടെ റോണിന്റെ ആന്റിയായ മ്യൂരിയൽ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. സോ അവർ ഇവരുടെ കോൺവെർസേഷൻ കേട്ടിട്ട് ഇന്റർഫിയർ ചെയ്യുകയാണ്. റീത്ത സ്കീറ്റർ ആ ഒരു ഡംബിൾഡോറിന്റെ സീക്രറ്റ്സ് എല്ലാം എങ്ങനെയാണ് റിവീൽ ചെയ്തത്, അതിനൊക്കെ അവൾ കിട്ടിയ ആ ഒരു സോഴ്സ് ഏതാണെന്ന് ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറയുകയാണ് അതിന്റെ കാരണം, ആ ഒരു കാര്യങ്ങളെല്ലാം അവളോട് പറഞ്ഞത് ബത്തിൽഡ ബാക്ക്ഷോട്ട് എന്ന ഒരു സ്ത്രീ ആയിരുന്നു എന്ന് പറയുന്നു. അവർ ഗോഡ്രിക് ഹോളോയിലാണ് താമസിക്കുന്നത്. സോ റീത്ത സ്കീറ്റർ അവിടെ ചെന്ന് ഇന്റർവ്യൂ ചെയ്തിട്ടായിരിക്കണം ഡംബിൾഡോറിനെ പറ്റി ഇത്രമാത്രം കാര്യങ്ങൾ അവർ എഴുതി ഒരു ബുക്കായിട്ട് തന്നെ എഴുതിയിട്ടുണ്ടാവുക എന്ന് പറയുന്നുണ്ട്. സോ ഗോഡ്രിക് ഹോളോ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹാരി പോട്ടറിന്റെ പേരൻസ് അവസാനമായിട്ട് താമസിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു. ഇതിനു പുറമെ നമ്മുടെ ഹാരി ജനിച്ചതും കൂടാതെ ഹാരിയുടെ പേരൻസ് ആയി ലില്ലിയും ജെയിംസും മരിച്ചതും അതേ സ്ഥലത്ത് വെച്ചായിരുന്നു. അപ്പോൾ ഹാരി ഗോഡ്രിക് ഹോളോയിൽ നമ്മുടെ ഡംബിൾഡോർ താമസിച്ചുണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ആ ഒരു സ്ത്രീ തിരിച്ചു പറയുകയാണ്, ഡംബിൾഡോറിന്റെ അച്ഛൻ 3 മഗിൾസിനെ കൊന്നത്, അതായത് 3 സാധാരണ ആൾക്കാരെ കൊന്നതിന് ശേഷമാണ് അവിടെ നിന്ന് പോയത് എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം കൂടെ കേട്ട ഹാരി ഭയങ്കരധികം ഷോക്കാണ്. കാരണം ഡംബിൾഡോറിന്റെ അടുത്ത് നിന്നും ഇത്രയും കാര്യങ്ങൾ അവൻ അറിയാതിരിക്കുകയായിരുന്നു. അതെങ്കിൽ ഇനി എന്തൊക്കെ അറിയാനിരിക്കുന്നുണ്ട് എന്നൊക്കെ ചിന്തിച്ചിരിക്കുകയാണ് നമ്മുടെ ഹാരി പോട്ടർ. അപ്പൊ പെട്ടെന്നാണ് അവിടേക്ക് ആ ഒരു പാർട്ടിയുടെ ഇടയിലേക്ക് ഒരു ഗ്ലോ വരുന്നത്, അതും അല്ലെങ്കിൽ ഒരു പട്രോണസ് വരുന്നത്. അത് വന്നിരിക്കുന്നത് ഒരു മെസ്സേജ് ആയിട്ടാണ്, അല്ലെങ്കിൽ ഒട്ടും തന്നെ നല്ലതല്ലാത്ത ഒരു മെസ്സേജ് ആയിരുന്നു. ദെൻ ആ ഒരു പെട്രോണസ് അനൗൺസ് ചെയ്യുകയാണ് നമ്മുടെ മിനിസ്റ്റർ ഓഫ് മാജിക് മരിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കൊന്നിരിക്കുകയാണ്. ഇതുകൂടാതെ മിനിസ്റ്റർ ഓഫ് മാജിക് മൊത്തം അവർ കീഴടക്കിയിരിക്കുന്നു. അവർ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് നിങ്ങളെ വന്ന് അറ്റാക്ക് ചെയ്യും, അവർ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞു ഒരു 10 സെക്കൻഡ് കഴിഞ്ഞതും അവിടേക്ക് ഒരുപാട് ഡെത്ത് ഈറ്റേഴ്സ് വന്ന് ഇവരെ അറ്റാക്ക് ചെയ്യുന്നു. ഭയങ്കരധികം സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഭയങ്കരധികം വേഴ്സ് ആയിട്ട് മാറുന്ന ഒരു സീക്വൻസ് ആയിരുന്നു അത്. അവിടെ വന്ന് ഡെത്ത് ഈറ്റേഴ്സ് ഓരോരുത്തരെ കൊല്ലുന്നെല്ലാം കാണുന്നുണ്ട്. ദേഹം ജിന്നി ആരോ അറ്റാക്ക് ചെയ്യുന്നു. അവളെ രക്ഷിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മുടെ ഹാരി പോട്ടറിനെ ലൂപ്പിൻ വന്ന് തടയുന്നുണ്ട്. നീ ഇവിടെ നിൽക്കാൻ പാടില്ല, നീ ഇവിടുന്ന് രക്ഷപ്പെടുന്നു, നിന്റെ ജീവനാണ് ഇവിടെ മീൻ എന്ന് പറഞ്ഞിട്ട് അവനെ പോകാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. ദെൻ ഹാരി, റോൺ, ഹെർമോനി ഇവർ 3 പേരും അവിടുന്ന് പെട്ടെന്ന് തന്നെ ഡിസാപ്പറേറ്റ് ചെയ്ത് ഒരു സിറ്റിയിലേക്ക് വരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡിസാപ്പറേറ്റ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അതായത് അപ്പാരറ്റും ഡിസാപ്പറേറ്റും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് പോകുന്ന ഒരു പ്രക്രിയയാണ് ഈ ഒരു സംഭവം. ഇത് ഏത് സ്ഥലം, നമ്മളിപ്പോൾ എവിടെയാണ് എന്നൊക്കെ പറഞ്ഞ് ഹെർമോനോട് ചോദിച്ചപ്പോഴാണ് അവൾ പറയുന്നത് ലണ്ടനിലുള്ള ഷാഫ്ബറി അവന്യൂലാണ് നമ്മളിപ്പോൾ ഉള്ളത് എന്ന് പറയുന്നുണ്ട്. പണ്ട് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ തിയേറ്ററിലേക്ക് ഇങ്ങോട്ട് വന്ന ഒരു ഓർമ്മയുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ നിങ്ങളെ എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് അറിയാതെ ഞാൻ അറിയാതെ ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്ന് ഹെർമോനി പറയുന്നുണ്ട്. നമ്മൾ ഈ ഒരു ഡ്രസ്സിൽ ഇവിടെ നിന്ന് ശരിയാവില്ല, നമുക്ക് ഡ്രസ്സ് മാറണം എന്ന് ഹെർമോനി പറഞ്ഞ ഒരു സ്ഥലത്തിലേക്ക് കൊണ്ടുപോയ ശേഷം അവളുടെ കയ്യിൽ ഒരു ചെറിയ പാക്കറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു കിഴി പോലെ ഒരു ബാഗ് ഉണ്ട്. സോ അതിൽ നിന്നും കൈയിട്ട് ഒരു സാധനം എടുക്കുന്നു, ഒരു ഡ്രസ്സ് വരുന്നു, അതിനുശേഷം റോണിന് ഒരു ഡ്രസ്സ് എടുക്കുന്നു, പിന്നെ അവൾക്കൊരു ഡ്രസ്സ് എടുക്കുന്നു. ഇത് എന്താ സാധനം എന്നൊക്കെ പറഞ്ഞ് റോൺ ചോദിക്കുമ്പോഴാണ് ഇതൊരു പ്രത്യേകത ഒരു മാജിക്കൽ ബാഗാണ്, ഇതിൻ്റെ ഉള്ളിൽ എത്ര വേണമെങ്കിലും സാധനങ്ങൾ വെക്കാൻ പറ്റും, അൺഡിറ്റക്റ്റബിൾ എക്സ്റ്റൻഷൻ ചാമാണ് എന്നൊക്കെ പറഞ്ഞ് റോണിനോട് പറയുന്നുണ്ട്. അപ്പോൾ റോണും കൊള്ളാം പൊളി സാധനം എന്നൊക്കെ പറഞ്ഞ് ഡ്രസ്സ് മാറി നേരെ ഒരു കോഫി ഷോപ്പിലേക്ക് പോവുകയാണ്. അവിടെ ഇരുന്ന് ഇവർ 3 പേര് സംസാരിക്കുകയാണ്. അപ്പോൾ ഒരു
സ്ത്രീയൊക്കെ വന്ന് ഇവരോട് എന്താ വേണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് അവിടുന്ന് പോവുകയാണ്. ദെൻ ഹാരി പറയുന്നു എനിക്ക് ആവശ്യമുള്ള ഒന്നും തന്നെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഈ ഒരു പെട്ടെന്നുള്ള വരവിൽ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഹെർമോനി നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ബുക്കിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു ബാഗിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ വരും എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ തന്നെ മുൻകൂട്ടി ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇനി നമ്മൾ എവിടെ പോകുന്നൊക്കെ ചോദിച്ചപ്പോൾ റോൺ പറയുന്നു ലീക്കി കാൾഡ്രൺ. അപ്പോൾ ഹെർമോനി അവിടെ പറ്റില്ല, വോൾഡമോർട്ട് മിനിസ്റ്ററെ കീഴടക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് പഴയ സ്ഥലങ്ങളിലൊന്നും തന്നെ പോകാൻ പറ്റില്ല, അതൊക്കെ ഡേഞ്ചറസ് ആയിരിക്കും. ഇതുകൂടാതെ വെഡ്ഡിങ്ങിലുള്ളവരെല്ലാം തന്നെ അവിടുന്ന് അണ്ടർഗ്രൗണ്ടിലേക്ക് പോയിട്ട് ഒളിഞ്ഞിരിക്കുകയായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് 2 ആൾക്കാർ വരികയാണ്. അവർ വന്നത് നമ്മുടെ പിള്ളേരെ എടുത്ത് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവർ മൂന്നും അവർ രണ്ടുപേരും തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു എന്നതിലുപരി ആ ഒരു കോഫി ഷോപ്പ് തന്നെ ഇല്ലാതാക്കി വിടുന്ന ഒരു സിറ്റുവേഷനിലേക്ക് മാറുന്നു. ഇമാതിരി സംഭവം വെളിയിൽ നടക്കെ ഇതൊന്നും അറിയാതെ ചെവിയിൽ പാട്ടും കേട്ടുകൊണ്ട് ക്യാപ്പച്ചിനോ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു സ്ത്രീ, അതായത് ആ ഒരു കോഫി ഷോപ്പിലുണ്ടായിരുന്ന ആ ഒരു സ്ത്രീ. ഇതിന് വന്ന 2 പേരെയും നമ്മുടെ പിള്ളേരെ അടിച്ചിടുന്നു. അപ്പോൾ ഹാരി അതിൽ ഒരാളെ മനസ്സിലാക്കിയെടുക്കുകയാണ്. ഇവൻ ആ ഒരു സ്നേപ്പ് ഡംബിൾഡോറിനെ കൊല്ലുന്ന സമയത്ത് ആ ഒരു അസ്ട്രോണമി ടവറിൽ ഉണ്ടായിരുന്നു എന്ന് അവരോട് പറയുന്നുണ്ട്. ഇതിന് ഡ്രോൺ ഇവരെ നമ്മൾ എന്ത് ചെയ്യണം, കൊല്ലണോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഹാരി കൊന്നു കഴിഞ്ഞാൽ അവർ നമ്മുടെ ഇരിക്കുന്ന സ്ഥലം പെട്ടെന്ന് കണ്ടുപിടിക്കും, സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരുടെ മെമ്മറി വൈപ്പ് ചെയ്ത് കളയാമെന്ന് പറയുന്നുണ്ട്. അതിന് റോണും സമ്മതിച്ച് നേരെ ഹെർമോനിയോട് നീയാണ് ഈ ഒരു സ്പേസിലെല്ലാം സ്പെഷ്യലിസ്റ്റ്, സോ നീ തന്നെ ചെയ്തോ എന്ന് പറഞ്ഞ് ഹെർമോനിയെ അയച്ചു വിടുന്നു. ഹെർമോനിയും ആ ഒരു ഒബ്ലിവേറ്റ് എന്ന ഒരു സ്പെല്ല് യൂസ് ചെയ്ത് അവരുടെ മെമ്മറി വൈപ്പ് ചെയ്ത് കളയുന്നു. ഇതിന് അവിടെ നിന്നും പോകുന്ന സമയത്താണ് ഹാരി ചോദിക്കുന്നത് എങ്ങനെയാണ് നമ്മളുടെ സ്ഥലം അവർ പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ ഹെർമോനി പറയുന്നു മേ ബി നിന്റെ ദേഹത്ത് വല്ല ട്രേസസ് ഉണ്ടാവും എന്ന് പറയുന്നു. അപ്പോൾ റോണ് പറയുന്നു അതിനൊരു സാധ്യതയില്ല, കാരണം 17 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ട്രേസസ് എല്ലാം പോയിരിക്കും, അല്ലെങ്കിൽ ആർക്കും തന്നെ ട്രേസ് ചെയ്യാൻ പറ്റില്ല, അതൊരു വിസാർഡിംഗ് ലോ ആണ് എന്ന് പറയുന്നു. അപ്പോഴാണ് ഹെർമോനി വേറൊരു കാര്യം ഓർക്കുന്നത്, അതായത് ജിന്നിയും ഇവളും ചേർന്ന് ഹാരിയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കേക്ക് എല്ലാം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മളത് സെലിബ്രേറ്റ് ചെയ്യാൻ മറന്നുപോയെന്നൊക്കെ പറഞ്ഞ് ഹെർമോനി സങ്കടപ്പെടുന്നു. ഇതിന് ഹാരി തിരിച്ചു പറയുകയാണ് ഹെർമോനി ജിന്നി നിങ്ങൾ രണ്ടുപേരും ചെയ്ത് എനിക്ക് ഭയങ്കരധികം സന്തോഷമുണ്ട്, പക്ഷെ ഒരു 5 മിനിറ്റ് മുമ്പ് നമ്മൾ ആ ഒരു ഡെത്ത് ഈറ്റേഴ്സ് ഒന്ന് അറ്റാക്ക് ചെയ്ത് ചുമലിൽ ചിത്രമായിട്ട് മാറും എന്നൊരു കാര്യം നീ മറന്നു പോകരുത് എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് പോവുകയാണ്. അപ്പോൾ റോൺ ഒരു കാര്യം പറയുകയാണ് നമ്മളിങ്ങനെ ഇതിലൂടെ നടന്നു കഴിഞ്ഞാൽ സേഫ് അല്ല, നമുക്ക് അത്യാവശ്യമായിട്ട് ഒരു ഹൈഡൗട്ട് വേണം എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ നിന്നും അവർ പോകുന്നത് നേരെ ഗ്രിമോൾ പ്ലേസിലേക്കാണ്, അതായത് ആ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഓർഡർ ഓഫ് ഫീനിക്സ്, അങ്ങോട്ടാണ് അവർ പോകുന്നത്. ഓർഡർ ഓഫ് ഫീനിക്സിലേക്ക് കയറിയതും അവിടെ ഡംബിൾഡോറിന്റെ രൂപം പോലെ ഒരു സാധനം വന്ന് ഇവരെ പേടിപ്പിക്കുന്നുണ്ട്. ദെൻ ഹെർമോനി ഹോമിനം റെവേലിയോ എന്ന് പറയുന്ന ഒരു സ്പെല്ല് ഇട്ടിട്ട് ഉള്ളിൽ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് ഇവിടെ ആരും ഇല്ല, നമുക്ക് സേഫ് ആയിട്ട് ഉള്ളിൽ പോകാമെന്നൊക്കെ പറഞ്ഞ് അവർ ഉള്ളിലോട്ട് കയറുന്നു. അവർ 3 പേരും ഭയങ്കരധികം ടയർഡ് ആയതിനെ തുടർന്ന് അവിടെ തന്നെ കിടന്നുറങ്ങുകയാണ്. പക്ഷെ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ഹാരി വേറെയും സ്വപ്നങ്ങൾ കാണുകയാണ് വോൾഡമോർട്ടിനെ പറ്റി. വോൾഡമോർട്ട് ഒലിവാൻഡറിനെ ചോദ്യം ചെയ്ത് ഉപദ്രവിക്കുന്ന പോലെ ഒരു വിഷൻ വരികയാണ്. ഇതിന് പെട്ടെന്ന് തന്നെ ഹാരി എഴുന്നേറ്റ് നേരെ അപ്സ്റ്റേഴ്സിലോട്ട് പോയി നേരെ റൂം എല്ലാം ചെക്ക് ചെയ്യുന്നു. അതിനെ തുടർന്ന് സീരീസിന്റെ റൂമിൽ ചെന്നപ്പോഴാണ് അവിടെ ഒരു ബുക്ക് ഉള്ളതും ആ ഒരു ബുക്കിനകത്ത് ബെത്തിൽഡ ബ്ലാക്ക്ഷോട്ട്, അതായത് അന്ന് ആ ഒരു റോണിന്റെ ആന്റിയും കൂടാതെ എൽഫിയസ് ഡോഗ് എല്ലാം സംസാരിച്ച ഡംബിൾഡോറിന്റെ സീക്രറ്റ്സ് എല്ലാം പറഞ്ഞു കൊടുത്തു എന്ന് പരാമർശിക്കുന്ന ബെത്തിൽഡ ബ്ലാക്ക്ഷോട്ടിന്റെ പേരും അവരുടെ ഫേസും അതിനകത്ത് അവൻ കാണുകയാണ്. ഇതേസമയം റോൺ കടന്ന് അലറയ്ക്കാണ് നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞ് ഹാരി ഹെർമോനിയും വിളിക്കുന്നു. ശേഷം അവിടെ നോക്കുന്ന സമയത്താണ് അവൻ പുതിയൊരു റൂം കണ്ടുപിടിച്ചിരിക്കുകയാണ്. അതിന്റെ പേരായിട്ട് കൊടുത്തിരിക്കുന്നത് റെഗുലസ് ആക്ടറസ് ബ്ലാക്ക് ആണ്, അതായത് RAB. അതായത് കഴിഞ്ഞ പാർട്ടിനകത്ത് ആ ഒരു ലോക്കറ്റ് പെൻഡന്റ് ആയിട്ടുള്ള ഒരു ഹോക്രറ്റ്സ് എടുക്കാൻ വേണ്ടി ആ ഒരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് ഒരു ഫേക്ക് ആണ്, അതിൻ്റെ ഉള്ളിൽ ഒരു ലെറ്റർ ഉണ്ടായിരുന്നു. സോ താഴെയായിട്ട് RAB എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു RAB ആണ്, അതായത് റെഗുലസ് ആക്ടറസ് ബ്ലാക്ക്, അത് നമ്മുടെ സീരീസിന്റെ ഒരു ബ്രദറാണ്. അപ്പോൾ ഹെർമോനി പറയുന്നു അദ്ദേഹം ശരിക്കും ആ ഒരു റിയൽ ഹോക്രറ്റ്സിനെ ഇല്ലാതാക്കിയോ എന്നാണ് അറിയേണ്ടത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അവിടെ ഒരു ശബ്ദം കേൾക്കുകയും അങ്ങോട്ട് തുറന്നു നോക്കുന്ന സമയത്ത് അത് നമ്മുടെ ക്രീച്ചർ ആയിരുന്നു, അതായത് ബ്ലാക്ക് ഫാമിലി സെർവ് ചെയ്യാൻ വേണ്ടി ഉള്ള ആ ഒരു ഹൗസ് എൽഫായ ക്രീച്ചറാണ് അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഹാരി ആ ഒരു ലോക്കറ്റ് നമ്മുടെ ക്രീച്ചറിന് കാണിച്ചു കൊടുത്തിട്ട് നീ ഇതിനെ പോലെ കണ്ടിട്ടുണ്ടോ, ഇത് എവിടെ കണ്ടിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് അവനോട് ചോദിക്കുന്നു. അതിന് ക്രീച്ചറും ഇതിന്റെ മാസ്റ്ററായ റെഗുലസിന്റെ ആയിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഹാരി ചോദിക്കുന്നു ഒരെണ്ണം ഇവിടെയുണ്ട്, ബാക്കി ഒരെണ്ണം എവിടെയെന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് ക്രീച്ചർ പറയുന്നത് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പായിട്ട് ഇത് എന്റെ കയ്യിൽ തന്നിട്ട് ഇതിനെ നശിപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ക്രീച്ചർ എത്രമാത്രം ശ്രമിച്ചിട്ടും അതെനിക്ക് ഇല്ലാതാക്കാൻ സാധിച്ചില്ല, ഇത് ഭയങ്കരധികം പവർഫുൾ ആയിരുന്നു, അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ തന്നെയായിരുന്നു അത് ഉണ്ടായിരുന്നത് എന്ന് പറയുന്നു. പക്ഷെ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ ഒരു വീട്ടിൽ ഒരു കള്ളൻ കയറി, ആ കള്ളൻ കയറിയ സമയത്ത് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, ആ കൊണ്ടുപോകുന്ന സാധനങ്ങളിലുള്ളിൽ ഈ ഒരു ലോക്കറ്റ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ആരാണ് എടുത്തുകൊണ്ട് പോയ ഒരു കള്ളനൊക്കെ ചോദിക്കുന്ന സമയത്താണ് നമ്മുടെ ക്രീച്ചർ പറയുന്നത് മണ്ടങ്കസ് ഫ്ലെച്ചറാണ് അത് എടുത്തുകൊണ്ട് പോയത് എന്ന് പറയുന്നു. സോ അവനെ എനിക്ക് വേണം, പെട്ടെന്ന് തന്നെ ഇവനെ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ് ക്രീച്ചറിനെ അയച്ചു വിടുന്നു. അവിടെ കട്ടിൽ നേരെ നമ്മുടെ ഡെത്ത് ഈറ്റേഴ്സ് ഒക്കെ വന്നിട്ട് നമ്മുടെ ഹോഗ്വാർട്സ് എക്സ്പ്രസ് തടഞ്ഞിട്ട് അവിടെ നമ്മുടെ ഹാരി പോട്ടർ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് ചെക്ക് ചെയ്യുകയാണ്. അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ നെവിൽ ലോങ്ബോട്ട് എഴുന്നേറ്റ് നിന്നിട്ട് അവനൊന്നും ഇവിടെ ഇല്ലടാ പോടാന്നൊക്കെ പറഞ്ഞ് അവന്മാരെ കളിയാക്കി അയച്ചു വിടുന്നു. ഇതിന് മിനിസ്റ്റർ ഓഫ് മാജിക് കാണിക്കുകയാണ്. അവിടെ പുതിയ മിനിസ്റ്ററൊക്കെ നിന്നിട്ട് കുറെ കാര്യങ്ങളെല്ലാം അനൗൺസ് ചെയ്യുന്നു. സോ ഈ മിനിസ്റ്ററാണ് പയേഴ്സ് എന്ന് പറയുന്നത്. ആ ഒരു വോൾഡമോറിന്റെ ആദ്യത്തെ മീറ്റിംഗിനകത്ത് ഇവനും ഉണ്ടായിരുന്നു ഒരു വ്യക്തിയായിട്ട്. സോ ഇവനും ഒരു ഡെത്ത് ഈറ്റർ ആണ്. മിനിസ്റ്ററിന്റെ തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ ഡൊലോറസ് സംഭരിച്ചുകൊണ്ട്, അതായത് നമ്മുടെ പിങ്കി ചേച്ചി ഓഹോ എന്ന് പറഞ്ഞ ആ ഒരു ശബ്ദം ഉണ്ടാക്കി നിൽക്കുന്നുണ്ട്. ഇതിന് മിനിസ്റ്റർ ഓഫ് മാജിക്കിന്റെ പഴയ പ്രൗഢിയെല്ലാം തിരിച്ചു കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയുള്ള മഗിൾ ബോൺസിനെ എല്ലാം തന്നെ പിടിച്ച് ഉപദ്രവിച്ച് ജയിലിലേക്കെല്ലാം അയക്കുന്നു. ഞാൻ ഹാരി പോട്ടറിനെ വാണ്ടർ ലിസ്റ്റിൽ ഇട്ടതിന് ശേഷം ഡെയിലി പ്രോഫിറ്റിലെല്ലാം തന്നെ ആഡ് എല്ലാം കൊടുക്കുന്നുണ്ട്. ഇതിന് മണ്ടങ്കസ് ഫ്ലെച്ചറിനെ കാണിക്കുകയാണ്. അവൻ എന്തോ ഒരു സ്ട്രീറ്റിൽ നിന്ന് കുറെ സാധനങ്ങളെല്ലാം വിറ്റുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് ഡെത്ത് ഈറ്റർ വന്നതും അവൻ രക്ഷപ്പെട്ട് ഒരു സ്ഥലത്തിലേക്ക് പോയി ഒളിക്കുന്നുണ്ട്. ഇതേസമയം റോണിന് നമ്മുടെ ഹെർമോനി പിയാനോ എല്ലാം വായിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ്
എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. അവൾ നല്ല രീതിയിൽ പിയാനോ വായിക്കുന്നുണ്ട്. അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ റോണ്. ഈ സമയം നമ്മുടെ ഹാരി ആവട്ടെ ആ ഒരു ഡംബിൾഡോർ കൊടുത്ത ആ ഒരു ഗോൾഡൻ സ്നിച്ച് ബോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹെർമോനി അവൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, നീ തൊട്ടപ്പോൾ തന്നെ ഇത് ഓപ്പൺ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഡംബിൾഡോർ നിനക്ക് വേണ്ടി എന്തെങ്കിലും ഒരു മെസ്സേജ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. സോ അതെല്ലാം ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷേ അതൊന്നും ഓപ്പൺ ആയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് വെളിയിൽ ഭയങ്കരധികം ശബ്ദം കേൾക്കുകയാണ്. നോക്കിയാൽ നമ്മുടെ ക്രീച്ചർ ആ ഒരു മണ്ടഗസിനെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. ഒപ്പം നമ്മുടെ ഡോബി ഉണ്ട് താഴെ. ഡോബിക്ക് ഹാരി കണ്ടതും ഭയങ്കരധികം സന്തോഷം വരികയാണ്. ഒരുപാട് നാളായല്ലോ മാസ്റ്റർ കണ്ടിട്ട്, ഇപ്പം എങ്ങനെയുണ്ട്, സുഖമാണോ എന്നൊക്കെ പറഞ്ഞ് ഹാരിയോട് ചോദിക്കുന്നുണ്ട്. ഈ ക്രീച്ചർ ഡാഗൺ അലിയിൽ വെച്ചിട്ട് മണ്ടഗസിനോട് സംസാരിച്ചപ്പോൾ ഹാരി പോട്ടറിനെ പറ്റി പരാമർശിക്കുന്നത് കേട്ടോ. സോ ആ ഒരു പേര് കേട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കൂടി വന്നത് എന്ന് പറയുന്നുണ്ട്. ഈ സമയം മണ്ടഗസ് പറയുന്നുണ്ട്, ഞാനല്ല മാഡയെ മരിക്കാനുള്ള കാരണം, ഞാൻ പേടിച്ചു പോയി, അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് ക്ഷമാപണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹാരി, നീ ആ എടുത്ത ലോക്കറ്റ് അവിടെ, അതെനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് ആവശ്യപ്പെടുന്നു. ഞാൻ കള്ളനൊന്നുമല്ല, ഞാനിങ്ങനെ പഴയ സാധനങ്ങളെല്ലാം വിൽക്കുന്ന ഒരു വ്യക്തിയാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ലോക്കറ്റെല്ലാം എടുത്തുകൊണ്ട് പോയത്, അത് അത്രയധികം വാല്യുബിൾ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഹാരിയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹാരി വീണ്ടും ചോദിക്കുന്നുണ്ട്, അതെവിടെ, അതെനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് ചൂടായി ചോദിക്കുന്നു. അതിന് മണ്ടഗസ് പറയുകയാണ്, ഞാനിങ്ങനെ സാധനങ്ങളെല്ലാം വിറ്റോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മിനിസ്ട്രിയുടെ ആളുകളൊക്കെ വന്നിട്ട് എന്നോട് ലൈസൻസ് എല്ലാം ചോദിച്ചു, അത് കൊടുത്തില്ലേ എന്നെ അറസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച ഒരു സ്ത്രീയാണ് ആ ഒരു ലോക്കറ്റ് എൻ്റെ നിന്ന് എടുത്തുകൊണ്ട് പോയത് എന്ന് പറയുന്നു. അപ്പോൾ ആ എടുത്തുകൊണ്ട് പോയ ഒരു സ്ത്രീയെ പറ്റി നിനക്ക് അറിയോ, ആ മിനിസ്ട്രിയിൽ ഉണ്ടായിരുന്ന ആളെ പറ്റി നിനക്ക് അറിയോ എന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് നോക്കുന്ന സമയത്താണ് അവിടെ ഒരു ന്യൂസ് പേപ്പർ കാണുകയും ആ ന്യൂസ് പേപ്പറിനകത്ത് ഒരു ഫോട്ടോ കാണിച്ച് ഇതാണ് അവർ, ഈ ഒരു സ്ത്രീയാണ് എൻ്റെ നിന്ന് എടുത്തതെന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഡൊളോറസ് അംബ്രിഡ്ജ് ആയിരുന്നു. അതിനെ തുടർന്ന് ഇവർ 3 പേരും മിനിസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന 3 പേരെ ക്യാപ്ചർ ചെയ്തിട്ട് അവരെ പിടിച്ചു കെട്ടിയതിന് ശേഷം അവരുടെ ആ ഒരു ഹെയർ യൂസ് ചെയ്ത് പോളിജസ് പോർഷനിലിട്ട് അവരെ പോലെ രൂപം മാറി മിനിസ്ട്രി ഓഫ് മാജിക്കിന്റെ ഉള്ളിലേക്കും കയറി ചെല്ലുന്നു. അങ്ങോട്ട് പോകാനുള്ള ആ ഒരു പോർട്ടലായിട്ട് കൊടുത്തിരിക്കുന്നത് ആ ഒരു ടോയ്ലറ്റ് ആയിരുന്നു. സ്വയം ഫ്ലഷ് ചെയ്യണം പോലും, വല്ലാത്തൊരു പോർട്ടലായി പോയത്. പിന്നെ അവരും എങ്ങനെയൊക്കെ മിനിസ്ട്രി ഓഫ് മാജിക്കിന്റെ ഉള്ളിൽ എത്തുന്നു. നോക്കുന്ന സമയത്ത് അവിടെ ഭയങ്കരധികം ചെക്കിംഗ് ആണ്. അപ്പോൾ ഹാരി അവന്റെ ഉള്ളിൽ പേടിയുണ്ടെങ്കിൽ പോലും അവൻ പുറത്ത് കാണിക്കാതെ ഇങ്ങനെ നടന്നു വരികയാണ്. ഇതേ സമയം നമ്മുടെ ഹെർമോനി ആവട്ടെ അവളുടെ ഫേസ് ഒക്കെ അങ്ങ് മാറി ഭയങ്കരധികം പേടിച്ച് കുഴകുഴാന്നായി പോകുന്നു. അപ്പോൾ റോൺ ഒന്ന് ഹാരിയോട് പറയുന്നുണ്ട്, അളിയാ എനിക്ക് പേടിയായിട്ട് വയ്യടാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഹാരി ഹെർമോനോട് ചോദിക്കുന്നു, ഈ പോളിജൂസ് പോർഷൻ എത്ര നേരം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഹെർമോനോട് ചോദിക്കുന്നു. അതിന് അവളും എനിക്ക് അറിയില്ല ഹാരി എന്നൊക്കെ പറയുന്നു. ശേഷം അവർ ലിഫ്റ്റിൽ കയറുന്ന സമയത്ത് യാസ്ലി എന്ന് പറയുന്ന ഒരാൾ വന്ന് സംസാരിക്കുന്നുണ്ട്. സോ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ വോൾഡമോറിന്റെ മീറ്റിംഗിലുണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. അവൻ വന്ന് നമ്മുടെ റോണിനോട്, അതായത് റോൺ ഇപ്പോൾ വേഷം മാറിയ ഒരു വ്യക്തിയാണല്ലോ, സോ ആ ഒരു വ്യക്തിയോട് അവൻ പറയുകയാണ്, എൻ്റെ ഓഫീസിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നു. അപ്പോൾ റോൺ തിരിച്ച് കൊട യൂസ് ചെയ്യൂ മിസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നു. അപ്പോൾ അദ്ദേഹം തിരിച്ച് പറയുകയാണ്, ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്കറിയില്ലേ, ഞാൻ താഴെ നിന്റെ വൈഫിനെ ഇൻട്രോഗേറ്റ് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ വൈഫിൻ്റെ ബ്ലഡ് സ്റ്റാറ്റസിൽ എനിക്ക് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ മിനിസ്ട്രി ഓഫ് മാജിക്കിൻ്റെ ലോസ് എൻഫോഴ്സ്മെൻറ്റ് പ്രകാരം ഞാൻ അതിനായിരിക്കും ആദ്യത്തെ പ്രയോറിറ്റി കൊടുക്കാന്നൊക്കെ പറഞ്ഞ് എനിക്കിനി 1 മണിക്കൂർ സമയം തരാം, അതിൻ്റെ ഉള്ളിൽ അവിടെ എത്തിക്കണം എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. അതോടെ റോണങ്ങ് പേടിച്ച്, അയ്യോ എൻ്റെ വൈഫ് താഴെ പേടിച്ച് ഒറ്റയ്ക്ക് ഇരിക്കുകയാണല്ലോ, ഞാൻ എന്ത് ചെയ്യും ഏത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഭയങ്കരധികം ഷോ കാണിക്കുന്നു. അപ്പോൾ ഹാരി റോണെ നോക്കി കണ്ടൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിനക്ക് നിൻ്റെ ആരോഗ്യത്തിന് ഹാനികരമായിരിക്കില്ല, ഇല്ലെങ്കിൽ പിന്നാലെ നമ്മുടെ ഹെർമോനുള്ള കാര്യമുണ്ട്, പണി പാലവെള്ളത്തിലായിരിക്കും എന്നൊക്കെ പറഞ്ഞ് റോണിനോട് പറയുന്നു. ദെൻ റോണിൻ്റെ സ്റ്റോപ്പ് വന്ന് റോൺ ഇറങ്ങിപ്പോവുകയാണ്. അപ്പോൾ ഹാരി പറയുന്നുണ്ട്, 1 മണിക്കൂറിനുള്ളിൽ ഡൊളോറസ് അംബ്രിഡ്ജിനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇന്ന് വേണ്ട, വേറൊരു ദിവസം നമുക്ക് തിരിച്ചു വരാമെന്ന് പറയുന്നുണ്ട്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് വേറൊരാൾ കടന്നു വരികയാണ്. അതായത് തേടിയ വള്ളി കാലി ചുറ്റി എന്ന് പറയുന്നത് പോലെ ഡൊളോറസ് അംബ്രിഡ്ജ് തന്നെ നേരെ ആ ഒരു ലിഫ്റ്റിലേക്ക് വന്ന് കയറുകയാണ്. വന്നത് ഹെർമോനോട് സംസാരിക്കുകയാണ്. അതായത് ഹെർമോനി രൂപം മാറിയിരിക്കുന്നത് മെഫൽഡ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. അത് നമ്മുടെ ഡൊളോറസ് അംബ്രിഡ്ജിന്റെ ഒരു PA ആയിട്ട് വരും. കഷ്ടകാലം പിടിച്ചവന്റെ മൊട്ടത്തലയിൽ കല്ലുമഴ പെയ്തു എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഹെർമോനിയുടെ അവസ്ഥ അങ്ങ് ആലോചിച്ച് നോക്കണം. എന്നങ്ങ് മൊത്തം അങ്ങ് പേടിച്ചങ്ങ് വരണ്ട് നിൽക്കുക. അപ്പോൾ ഡൊളോറസ് അംബ്രിഡ്ജ് പറയുകയാണ്, ആൽബർട്ട് നീ ഇറങ്ങുന്നില്ലെന്ന് ചോദിക്കുന്നു. സോ നമ്മുടെ ഹാരിയുടെ ആ ഒരു വേഷം മാറിയിരിക്കുന്നത് ആൽബർട്ട് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. സോ അദ്ദേഹം ഇവിടെ ഇറങ്ങേണ്ടതാണ്. സോ അതുകൊണ്ട് ഇറങ്ങാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് നമ്മുടെ ഡൊളോറസ്. അതിനെ തുടർന്ന് ഹാരിയും ഇറങ്ങി പോവുകയാണ്. ശേഷം ഡൊളോറസ് അംബ്രിഡ്ജും നമ്മുടെ ഹെർമോനിയും പോവുകയാണ്. ആ സമയം ഹെർമോനിയുടെ ആ ഒരു പരിതാപകരമായ ഒരു ഫേസ് കാണിക്കുന്നുണ്ട്. ശേഷം ഹാരി എങ്ങനെയൊക്കെയോ ഡൊളോറസിന്റെ റൂം കണ്ടുപിടിക്കുകയാണ്. സോ അങ്ങോട്ട് പോകുന്നതിന് മുമ്പായിട്ട് അവിടെയുള്ള എല്ലാവരും ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി ഒരു ട്രിക്കൊക്കെ ചെയ്തിട്ടാണ് ഉള്ളിലോട്ട് പോകുന്നത്. അവിടെ നമ്മുടെ ഹാരി മൊത്തം അന്വേഷിക്കുന്നുണ്ട്. അവന്റെ ലോക്കറെല്ലാം അന്വേഷിക്കുന്ന സമയത്താണ് അവനൊരു ഫയൽ കിട്ടുന്നത്. അതിൽ കുറെ ഫോട്ടോസും ഡീറ്റെയിൽസ് ഉണ്ട്. അതിൽ നമ്മുടെ മാഡയും മോഡി ഉണ്ട്, സീരിയസ് ബ്ലാക്ക് ഉണ്ട്, ഡംബിൾഡോർ ഉണ്ട്. അവരുടെ എല്ലാം ഫേസ് എല്ലാം ക്രോസ് ചെയ്യുന്ന പോലെയും കാണിച്ചിട്ടുണ്ട്. സോ അതായത് അവരെല്ലാം തന്നെ മരിച്ചു പോയിരിക്കുകയാണ്. സോ അതിനെ തുടർന്ന് ആ ഒരു കേസ് ഇല്ല എന്ന് പറഞ്ഞ ഒരു ക്രോസ് മാർക്കാണ് കാണിച്ചിരിക്കുന്നത്. അതുകൂടാതെ അതിന്റെ ഉള്ളിൽ നമ്മുടെ ഹെർമോനയുടെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അവളെ പെട്ടെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവളുടെ ജീവൻ ആപത്താണെന്നൊക്കെ പറഞ്ഞ് അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോവുകയാണ്. അങ്ങനെ ലിഫ്റ്റിലിരിക്കുന്ന സമയത്താണ് നമ്മുടെ റോൺ കടന്നു വരികയാണ്. റോൺ വന്നത് അവനെ പോലെ മനസ്സിലാവാതെ ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഹാരി എടാ ഞാനാടത് എന്നൊക്കെ പറയുന്നു. അപ്പോൾ റോൺ അതെ നിന്റെ ഫേസ് പോലും എനിക്ക് പേടിച്ചിട്ട് ഓർമ്മയില്ലടാ എന്നൊക്കെ പറഞ്ഞ് അവനോട് പറയുന്നുണ്ട്. ദെൻ ഇവർ രണ്ടുപേരും താഴോട്ട് വരികയാണ്. ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന ആ ഒരു കോർട്ട് റൂമിലേക്ക് വരികയാണ്. വരുന്ന സമയത്ത് അവിടെ മൊത്തം കോൾഡ് ആണെന്ന് അല്ലെങ്കിൽ ഭയങ്കര തണുപ്പുണ്ടെന്നൊക്കെ നമ്മുടെ റോൺ പറയുന്നുണ്ട്. ഈ തണുപ്പ് വരാനുള്ള കാരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമില്ല. ദെൻ ആ ഒരു കോർട്ട് റൂമിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ ആ ഒരു റോണിൻ്റെ ആ ഒരു വൈഫ് അല്ലെങ്കിൽ അവൻ്റെ രൂപത്തിലുള്ള ആ ഒരു വ്യക്തിയുടെ വൈഫ് ഒരു വാൻഡ് യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു വാൻഡ് അവരുടെ അല്ല എന്നൊക്കെ പറഞ്ഞ് ഒരു കേസാണ് അവിടെ നടക്കുന്നത്. ആ സമയം ആ ഒരു സ്ത്രീ എത്ര പറഞ്ഞിട്ടും ഡൊളോറസ് വിശ്വസിക്കുന്നില്ല, നീ നുണ പറയുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ആൻഡ് ആ ഒരു ഇൻട്രോഗേഷൻ റൂമിൻ്റെ മോൾ ഭാഗത്തായിട്ട് ഒരുപാട് ഡെമൻറ്റസ് ഉള്ളതായിട്ടും കാണിക്കുന്നു.
സോ ഈ ഒരു ഡെമൻറ്റേഴ്സ് ഉള്ളതുകൊണ്ടാണ് അവിടെ ഭയങ്കരധികം തണുപ്പ് അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഹാരി എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന്റെ വാൻഡ് യൂസ് ചെയ്ത് നമ്മുടെ ആ ഒരു ഡൊളോറസ് അംബ്രിഡ്ജിനെ വീഴ്ത്തിയിടുന്നു. അതുകൊണ്ട് അവിടെ ഉള്ളവരൊക്കെ ഇവരെ തിരിച്ച് അറ്റാക്ക് ചെയ്യുമ്പോൾ റോൺ തിരിച്ച് അവരെ അറ്റാക്ക് ചെയ്യുന്നു. ഇതേ സമയം നമ്മുടെ ഹെർമോനി ഡൊളോറസിന്റെ കഴുത്തിലുള്ള ആ ഒരു ലോക്കറ്റും എടുക്കുന്നു. ശേഷം ഹാരി, റോൺ, ഹെർമോനി കൂടാതെ ആ ഒരു സ്ത്രീയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് രക്ഷപ്പെടുകയാണ്. ഇവരുടെ പിന്നാലെ ഡെമൻറ്റേഴ്സ് ഇവരെ തുരത്തി കൊണ്ടുവരുന്നുണ്ട്. ദെൻ അവർ രണ്ടുപേരും ഓടിച്ചെന്ന് ആ ഒരു ലിഫ്റ്റിലോട്ട് കയറുകയാണ്. കയറുന്ന സമയത്ത് ഡെമൻറ്റേഴ്സ് ഒക്കെ വന്ന് ഇവർ അറ്റാക്ക് ചെയ്തു. അപ്പോൾ ഹാരി എക്സ്പെക്ടോ പെട്രോൺ എന്ന് പറയുന്ന ആ ഒരു പെട്രോണസ് ചാം അവിടെ കാസ്റ്റ് ചെയ്യുകയാണ്. അതോടെ ആ ഒരു ഡെമൻറ്റേഴ്സ് എല്ലാം പോവുകയാണ്. ഈ സമയം നമ്മുടെ ഹാരി, ഹെർമോനിയും അവരുടെ പഴയ രൂപത്തിലേക്ക് മാറുന്നു. ദെൻ ആ ഒരു മിനിസ്റ്ററുടെ മെയിൻ ഹാളിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഹാരി പോട്ടറിനെ അവിടെയുള്ള എല്ലാവരും കണ്ടുപിടിക്കും. അങ്ങനെ അവിടുന്ന് ഇവർ 3 പേരും ഓടുകയാണ്. ഓടുന്ന സമയത്ത് അവിടെ ന്യൂസ് പേപ്പർ എല്ലാം നമ്മുടെ ഹാരി തെറിപ്പിച്ചു വിടുന്നുണ്ട്. അപ്പം നോക്കുന്ന സമയത്ത് ആ ഒരു ആഡ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇവനെ പിടിച്ചു കൊടുത്താൽ ഭയങ്കര റിവാർഡ് കൊടുക്കുന്നൊക്കെ പറഞ്ഞ് ഒരു ആഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ദെൻ ഇവർ 3 പേരെയും പിടിക്കാൻ വേണ്ടി അവിടെയുള്ള ആളുകളെല്ലാം ഇവരെ ചേസ് ചെയ്ത് പോവുകയാണ്. അവിടെയുള്ള ആളുകൾ അവിടെയുള്ള പോർട്ടൽസ് എല്ലാം തന്നെ ക്ലോസ് ചെയ്യുന്നു. ഇതേ സമയം നമ്മുടെ റോൺ പേടിച്ചിട്ട് അവന്റെ പിന്നിലുള്ള ആളുകളെല്ലാം തന്നെ അടിച്ചിടുന്നുണ്ട്. അങ്ങനെ എങ്ങനെയൊക്കെയോ അവർ ആ ഒരു പോർട്ടിന്റെ ഉള്ളിലോട്ട് കയറുന്നുണ്ട്, ഹാരിയും ഹെർമോനിയും. പിന്നീട് റോൺ കയറിയതും റോണിന്റെ കയ്യിൽ പിടിച്ച് വരികയാണ് ആ ഒരു ആക്സ്ലി എന്ന് പറയുന്ന ആ ഒരു ഡെത്ത് ഈറ്റർ. ദെൻ അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ അവർ 3 പേരും ചെന്ന് ഒരു കാട്ടിനകത്താണ്. ആ കാട്ടിലെത്തിയ സമയത്ത് റോണിന്റെ കൈ മൊത്തം ഭയങ്കരധികം ഡാമേജ് ആവുന്നു. കാരണം ആ ഒരു പിന്നാലെ വന്നവൻ അവന്റെ കൈയെ പിടിച്ചിങ്ങനെ ഭയങ്കരധികം വലിച്ചുകൊണ്ട് തന്നെ റോണിന്റെ കൈ ഭയങ്കരധികം ഒടിഞ്ഞു പോകുന്നു. റോൺ ഇങ്ങനെ രക്തം വാർന്നിങ്ങനെ ഭയങ്കരധികം കഷ്ടപ്പെടുന്നത് നമ്മുടെ ഹെർമോനി കണ്ട് ഭയങ്കരധികം സങ്കടപ്പെടുകയാണ്. സോ ഇവിടെ വെച്ച് ഞാൻ ഈ ഒരു പാർട്ട് ഇവിടെ നിർത്തുകയാണ്. ഇതിന്റെ സെക്കൻഡ് പാർട്ട് മുകളിൽ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. സോ മറക്കാതെ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. വീണ്ടും ഇതുള്ള ഒരു വ്യത്യസ്തമായ ഒരു സിനിമയായിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.